വിജ്ഞാനം നേടാനും അറിവുകൾ കരസ്ഥമാക്കി ജീവിതത്തെ വിശുദ്ധീകരിക്കാനുള്ള ഒരു പ്രചോദനമെന്ന നിലയിലാണ് നാം കാണുന്നത്. പരിശുദ്ധ റമളാനിലെ വിലപ്പെട്ട സമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അവൻ്റെ മലക്കുകളുടെ സാന്നിധ്യവും അള്ളാഹുവിൻ്റെ കരുണയും നമുക്ക് ലഭിക്കുന്നു. അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാൻ, അവൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ വിലപ്പെട്ട മണിക്കൂറുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഒരു കാര്യമായി അത് മാറുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ അഫ്ഇദതുഹും മിസ്ലു അഫ്ഇദത്തി ത്വയ്ർ. നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഹൃദയങ്ങൾ പക്ഷികളുടെ ഹൃദയം പോലെയായിരിക്കും. പക്ഷികളുടെ ഹൃദയം പോലെയുള്ള ഹൃദയമുള്ള ഒരു കൂട്ടം ആളുകൾ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷികൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി പോലെ, സമുദായം പോലെ ഒരു സമുദായമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്താണ് പക്ഷികളുടെ പ്രത്യേകത? ജീവജാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഭയപ്പെടുന്ന ജീവിയാണ് പക്ഷി എന്നാണ് പറയപ്പെടാറുള്ളത്. നാം ഒരു കല്ലെടുക്കുമ്പോഴേക്ക് പാറി പറന്നകലാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അത്. മറ്റൊന്ന്, അതിൻ്റെ ഹൃദയം നിർമ്മലമാണ് എന്നാണ്. വിദ്വേഷമോ വെറുപ്പോ പകയോ പക്ഷികളുടെ ഹൃദയത്തെ സ്പർശിക്കുകയില്ല എന്ന് നമുക്കറിയാം. അവ തമ്മിലുള്ള ഐക്യവും സ്നേഹവും വിവരിക്കാൻ കഴിയാത്തത്രയാണ്. ഇണക്കുരുവികളെന്ന് നന്നായി സ്നേഹിക്കുന്ന ഭാര്യയെയും ഭർത്താവിനെയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നാം പറയാറുണ്ട്. ആ പക്ഷികളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അവർ ദൈവത്തിൽ ഭരമേൽപ്പിക്കുന്നവരാണ് എന്നുള്ളതാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ പക്ഷികൾക്ക് അള്ളാഹു ഉപജീവനം നൽകുന്നത് പോലെ നിങ്ങൾക്ക് ഉപജീവനം നൽകും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ വിശദീകരിച്ചു, തഖ്ദു ഖിമാസൻ വതറഹു ബിതാന. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അവ കൂടുകളിൽ ഇരിക്കുകയല്ല ചെയ്യുന്നത്, വയറൊട്ടിയവയായിട്ട് ദൂരദിക്കുകളിലേക്ക് പറന്ന് പാടങ്ങളിൽ പോയി അവയുടെ ഭക്ഷണം ശേഖരിച്ച് നിറഞ്ഞ വയറുമായി വൈകിട്ട് അവർ അവയുടെ കൂടുകളിലേക്ക് മടങ്ങി വരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിക്കുന്നതിൽ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അള്ളാഹുവിൽ തവക്കുലാക്കി എന്ന് പറഞ്ഞ് കാര്യങ്ങളും കാരണങ്ങളും ചെയ്യാതെ പ്രവർത്തിക്കാതെ മടിയനായിരിക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇതിൽ വായിക്കാൻ കഴിയും. ഞാൻ രോഗിയാണെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ടാണ് അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിക്കേണ്ടത്. ഞാനൊരു നല്ല കാര്യത്തിനൊരുങ്ങുകയാണെങ്കിൽ അതിനെന്തെല്ലാം ഭൗതികമായ കാര്യങ്ങൾ ഞാൻ ചെയ്യണോ അതെല്ലാം വൃത്തിയായി ചെയ്തതിന് ശേഷമാണ് ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടത്. പക്ഷികളുടെ മറ്റൊരു പ്രത്യേകത അവയുടെ അങ്ങേയറ്റത്തെ ഐക്യവും പ്രയത്നവുമാണ്. വൈകുന്നേര സമയങ്ങളിൽ പക്ഷികൾ പറന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എത്ര വരിവരിയായി നിരനിരയായി കൊണ്ടാണ് അവ പറക്കുന്നത്. അവയിൽ ചിലത് ചിറകട്ടടിക്കുമ്പോൾ മറ്റു ചില
പക്ഷികൾ ചിറകടിക്കാതെ ആ പവറിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള പക്ഷികൾ ക്ഷീണിക്കുമ്പോൾ ഈ ഭാഗത്തുള്ള പക്ഷികൾ ചിറകിട്ടടിക്കും. വളരെ ഐക്യത്തോടുകൂടി ഒരേ ലക്ഷ്യത്തിലേക്ക് പാറിപ്പറന്നുകൊണ്ട് സഞ്ചരിക്കുന്ന പക്ഷികളെ നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്, യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ അഫ്ഇദതുഹും മിസ്ലു അഫ്ഇദത്തി ത്വയ്ർ. പക്ഷികളുടെ ഹൃദയം പോലുള്ള ഹൃദയമുള്ള മനുഷ്യർ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്. നാം ഒരു കമ്മ്യൂണിറ്റിയായി ജീവിക്കുന്നവരാണ്. നമുക്കറിയാം, UAE-യിലൊക്കെ ഈ വർഷം ആമുൽ മുജ്തമ എന്ന് പറഞ്ഞിട്ട് ഒരാഘോഷം കാണാൻ കഴിയും. കമ്മ്യൂണിറ്റി ഇയർ. അത് സമൂഹത്തെ സ്ട്രെങ്തൻ ചെയ്യാൻ, സമൂഹത്തെ ശാക്തീകരിക്കാൻ ഉള്ള മെസ്സേജാണ് ഇത്തരം സമൂഹ വർഷാചരണത്തിലൂടെ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുന്നത്. ഒരു സമൂഹം എന്ന നിലയിൽ കെട്ടുറപ്പോടുകൂടി നിൽക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് പരിശുദ്ധ റമദാൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. റമദാനിലെ എല്ലാ ആരാധനകളും വിശ്വാസികളെ പരസ്പരം വിളക്കി ചേർക്കുന്നതും ഇണക്കി ചേർക്കുന്നതും ചേർത്തി നിർത്തുന്നതുമാണ്. അവരുടെ സംഘ നമസ്കാരങ്ങളായാലും ഇഫ്താർ സംഗമങ്ങളായാലും വീടുകളിലെ ഇഫ്താറായാലും എല്ലാം മറ്റു മാസങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ഒന്നിച്ചിരിക്കാനുള്ളൊരവസരമാക്കി നാം അതിനെ വിനിയോഗിക്കുകയാണ്. നമ്മുടെ ബിസിനസ്സും നമ്മുടെ ജോലിയും നമ്മുടെ മറ്റു തിരക്കുകളും കാരണം ഒന്നിച്ചിരിക്കുവാൻ നമുക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. എന്നാൽ പരിശുദ്ധ റമദാനിൽ ഇഫ്താറിൻ്റെ സമയത്തെങ്കിലും ഒന്നിച്ചിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നു എന്നുള്ളത് മഹത്തരമായൊരു കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇത്തരം കൂടിയിരുത്തങ്ങളെയും മഹത്തായ ഒരു ലക്ഷ്യത്തോടെയുള്ള കൂടിയിരുത്തങ്ങളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് അത് വ്യക്തി, കുടുംബം, സമൂഹം, രാജ്യം എന്ന തലങ്ങളിലൂടെ കടന്നു വരേണ്ടതാണ്. ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കുമ്പോൾ മാത്രമാണ് അയാളുടെ കുടുംബത്തിൽ ആ ശുദ്ധി ഉണ്ടാകുന്നത്. നമ്മുടെ കുടുംബമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റായിൻ, നിങ്ങൾക്കൊക്കെ വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്കൊക്കെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്വമില്ലാത്തവരായിട്ട് ആരുമില്ല. ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ മടിക്കുന്നവരെ നമ്മൾ പറയാറുള്ളത് അവനൊരു ഉത്തരവാദിത്വ ബോധമില്ല, ആ കുട്ടിക്ക് ഇത്ര വയസ്സായിട്ടും ഒരു ഉത്തരവാദിത്വ ബോധമില്ല, അയാൾ ഒരു സ്ഥാപനത്തിൻ്റെ ആളായിട്ട് അയാൾക്ക് ഉത്തരവാദിത്വമില്ല, അയാൾ ഒരു അധികാരമുള്ള ആളായിട്ട് അയാൾക്ക് ഉത്തരവാദിത്വമില്ല, അയാൾ രക്ഷിതാവാണ് പക്ഷെ ഉത്തരവാദിത്വമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴാണ് നമ്മൾ ലക്ഷ്യം വെച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കിടയിൽ ഇണക്കവും നമുക്കിടയിൽ ചേർച്ചയും ഉണ്ടാവണം. ആ ചേർച്ചയും ഇണക്കവും ഉണ്ടാക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസ ശാക്തീകരണത്തിലൂടെ, വിശ്വാസ ശുദ്ധീകരണത്തിലൂടെ ഇണക്കമുള്ള ഒരു കമ്മ്യൂണിറ്റിയെ രൂപപ്പെടുത്തിയതായി നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ കഴിയും. യുദ്ധക്കൊതിയന്മാരായിരുന്ന, ലൈംഗിക വൃത്തികളിൽ ഭ്രാന്തന്മാരായിരുന്ന, പരസ്പരം ഗോത്രകലഹങ്ങളിൽ വിഹരിച്ചിരുന്ന ഒരു ജനവിഭാഗത്തെയാണ് പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്ന, പരസ്പരം ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, വലിയ ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ചു പ്രയത്നിക്കാൻ കഴിയുന്ന മനസ്സുള്ള ഉടമകളാക്കി ലോകത്തിൻ്റെ പ്രവാചകൻ വാർത്തെടുത്തത്, വളർത്തിയെടുത്തത്. പ്രവാചകന്റെ മദീന ജീവിതം നമ്മളൊക്കെ വീണ്ടും വീണ്ടും വായിക്കേണ്ടതാണ്. മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള ഇണക്കം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഇണക്കമാണ്.
ആ ഇണക്കത്തെക്കുറിച്ച് പരസ്പരം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ആ ഇണക്കം എവിടെ നഷ്ടമാകുന്നു അവിടെ നമുക്ക് ശൂന്യതയും ഭിന്നതയും വിഭാഗീയതയും ദൃശ്യമാകും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ആശയത്തിൽ, ഒരേ ആദർശത്തിൽ അവരെ കണ്ണിചേർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ആശയത്തിന് വേണ്ടി നാം പണിയെടുക്കുമ്പോൾ, ഒരു ആദർശത്തിൽ നാം നിലകൊള്ളുമ്പോൾ അതിലുണ്ടാകുന്ന ഏതു പ്രയാസങ്ങളും പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ഒരു ആന്തരികമായ ബലം, അകബലം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അവിടെ നമുക്ക് പരിഗണനകൾ ഒരുപക്ഷെ കുറവായിരിക്കാം, അവിടെ ഒരുപക്ഷെ പരിഹാസങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വന്നേക്കാം, അവിടെ നമുക്ക് ഇകഴ്ത്തലുകൾ നമുക്കുണ്ടായേക്കാം, അതല്ലെങ്കിൽ ഒരുപാട് തലങ്ങളിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നേക്കാം. പക്ഷേ എൻ്റെ ലക്ഷ്യം അതൊന്നുമല്ല. എൻ്റെ ലക്ഷ്യം പരമകാരുണികനായ റബ്ബിൻ്റെ പ്രീതി കാക്ഷിക്കുക, ആ പ്രീതി നേടുക, അള്ളാഹുവിൻ്റെ ഈ ദീനിൽ അടിയുറച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുക എന്നതാകുമ്പോൾ ആ വഴിയിലുണ്ടാകുന്ന പ്രതിസന്ധികളും അതുപോലെ സംഘർഷങ്ങളും ഒന്നും നമ്മുടെ മനസ്സിനെ തളർത്തുകയോ തകർക്കുകയോ ചെയ്യില്ല. നാം തൗഹീദി ആദർശത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ആദർശം എന്ന് പറയുന്നത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഈ ബോധമാണ് നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നത്. ആ റബ്ബിലാണ് നമ്മൾ തവക്കുലാക്കുന്നത്. ആ റബ്ബിൻ്റെ പേരിൽ മാത്രമേ ഞാൻ സത്യം ചെയ്യുകയുള്ളൂ, ആ റബ്ബിൽ മാത്രമേ ഞാൻ പ്രത്യാശയും പ്രതീക്ഷയും അർപ്പിക്കുകയുള്ളൂ. എൻ്റെ ദുഃഖഭാരം ഞാൻ റബ്ബിൻ്റെ മുന്നിലെ ഇറക്കി വെക്കുകയുള്ളൂ. എൻ്റെ പ്രത്യാശകളും എൻ്റെ പ്രതീക്ഷകളും ആ റബ്ബിലാണ്. ഇതാണ് യഥാർത്ഥ തൗഹീദി ആശയം എന്ന് പറയുന്നത്. ഈ ആശയം നമ്മുടെ മനസ്സിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കിടയിൽ ഇണക്കവും ഐക്യവും സ്നേഹവും ഉണ്ടാകും. വേറെ ഒന്നും നമ്മളെ ബാധിക്കുകയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു യഅലഫു വയുഅലഫു വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുഅലഫു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു സത്യവിശ്വാസി ഇണങ്ങുന്നവനും ഇണക്കുന്നവനുമായിരിക്കും. ഇണക്കമില്ലാത്ത, ചേർച്ചയില്ലാത്ത, ചേർന്ന് നിൽക്കാത്ത, ചേർത്ത് നിർത്താത്ത ഒരു കാര്യത്തിലും ഖൈറില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഇണക്കവും സ്നേഹവും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് വ്യാപിക്കേണ്ടതുണ്ട്. അവിടെയുള്ള ആ സ്നേഹവും സൗഹൃദവും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷെ സമൂഹത്തിൽ ഐക്യം ഉണ്ടാവണമെങ്കിൽ ഒന്നാമതായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് വിശ്വാസപരമായ ഒരു ഐക്യത്തിന് നമ്മൾ സന്നദ്ധമാവണം. വിശ്വാസപരമായിട്ട് ഐക്യമില്ല എങ്കിൽ ആ സമൂഹത്തിൽ ഐക്യം നിലനിൽക്കുകയില്ല. വിശ്വാസപരമായിട്ടുള്ള ഒരു ശുദ്ധി നേടുവാൻ, തൗഹീദി ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു ശുദ്ധി നേടുവാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ ഫഅൻഖദകും മിൻഹാ കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതി ലഅല്ലക്കും തഹ്തദൂൻ. നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുക. ഏതാണ് അള്ളാഹുവിൻ്റെ പാശം? അവൻ്റെ ഖുർആനാണ്. അവൻ്റെ ഖുർആനിൻ്റെ പ്രായോഗിക വിശദീകരണമാണ്. അള്ളാഹുവിൻ്റെ തൗഹീദാണ്. അതാണ് അള്ളാഹുവിൻ്റെ പാശം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ കയർ എന്ന് പറയുന്നത്. അതുമായിട്ടാണ് നമ്മളെ ആകാശത്തെ ബന്ധിപ്പിച്ചിട്ടുള്ളത്. ആകാശത്തെയും നമ്മളെയും ബന്ധിപ്പിക്കുന്നത് ആ കയറാണ്. ആ കയറിൽ നിങ്ങൾ ഉറച്ചു പിടിക്കുക, മുറുക്കി പിടിക്കുക. നിങ്ങൾ ഒരിക്കലും വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ആ കയറിൽ നിന്ന് നിങ്ങൾ പിടുത്തം വിടരുത്. അങ്ങനെ പിടുത്തം വിട്ടാൽ എന്താകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ ആകാശത്ത് നിന്ന് വീണവനെ പോലെയായിത്തീരും. ആകാശത്ത് നിന്ന് വീണ ഒരുത്തനെ പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ കാറ്റെവിടെങ്കിലും കൊണ്ടുപോയി തള്ളും. എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മുടെ പിടുത്തം എപ്പോഴും ആകാശബന്ധിതമായിരിക്കണം എന്നുള്ളതാണ്. ആകാശത്തെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബന്ധമാണ് നമ്മുടെ ഏറ്റവും വലിയ ബന്ധം. അതാണ് നമ്മുടെ ഐക്യം എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലത്തെയും മനുഷ്യരെ ഓർമ്മപ്പെടുത്തുകയാണ്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും
നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഛിന്ന ഭിന്നമായിരുന്നു, വിഭാഗീയതയിലായിരുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താലാണ് നിങ്ങൾക്കൊന്നിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത്. നോക്കൂ നിങ്ങൾ, നാം ഇസ്ലാം സ്വീകരിച്ചു, ഇസ്ലാമിക കമ്മ്യൂണിറ്റിയിലേക്ക്, ഇസ്ലാമിക സമൂഹത്തിലേക്ക് നമ്മൾ വന്നു, തൗഹീദി പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ വന്നു. ആ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ വന്നപ്പോഴാണ് നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും അതുപോലൊരു ഐക്യബോധവും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായത്. കാരണം നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ഒന്നാണ്, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമൊന്നാണ്. അങ്ങനെ ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുന്നവരോടൊപ്പം നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷവും സമാധാനവും അനിർവചനീയമാണ്, നിർവചിക്കാൻ പറ്റാത്തത്രയാണ്. അത്രത്തോളം മധുരമുള്ള ഓർമ്മകളുമായിട്ടായിരിക്കണം ഒരാൾ ഈ തൗഹീദി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടത്. അയാളുടെ മനസ്സിൽ വിദ്വേഷമോ വെറുപ്പോ പകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ചിന്തകളോ ഉണ്ടാവാൻ പാടില്ല. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫീ ഖുലൂബിഹിം മറളുൻ, അവരുടെ ഹൃദയത്തിൽ ചില രോഗങ്ങളുണ്ട്. കപടവിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നതെങ്കിലും അങ്ങനെയുള്ള രോഗം പേറുന്ന മനുഷ്യരെ നമുക്കിടയിൽ കാണാൻ കഴിയും. അതാണ് മനസ്സിൻ്റെ വൈറസുകൾ എന്ന് പറയുന്നത്. ആ വൈറസുകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പരിശുദ്ധ റമളാനിൻ്റെ വ്രതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ പകയും വിദ്വേഷവും വെറുപ്പും പേറിക്കൊണ്ട് മറ്റുള്ളവരോട് നമുക്കൊന്ന് പുഞ്ചിരിക്കാനോ അവരെ ചേർത്ത് നിർത്തുവാനോ നമുക്ക് കഴിയില്ല. കാരണം ഒരു കപടലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൃത്രിമമായ ചിരികളും അഭിനയങ്ങളും കൃത്രിമമായ ഹാവഭാവാദികളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്ത്, ചതിയുടെ ലോകമാണത്. ചിരിക്കുന്നവരൊക്കെ ആത്മാർത്ഥമായിട്ടാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ചിരിക്കുന്നവരുടെ ദുഷ്ടലക്ഷ്യങ്ങൾ വേറെ പലതുമാണ്. നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താൻ, നമ്മുടെ സംസ്കാരത്തെ പരിക്കേൽപ്പിക്കാൻ ഒക്കെ ചിരിക്കുന്ന ആളുകളുണ്ട്. ഇവിടെയാണ് നമുക്ക് ആത്മാർത്ഥമായി നമ്മുടെ ചിരി, നമ്മുടെ കൂടിയിരുത്തങ്ങൾ അതെല്ലാം തന്നെ ഫലപ്രദമാവണമെങ്കിൽ നാം നമ്മുടെ മനസ്സിലെ എല്ലാ വിഭാഗീയതകളെയും കെട്ടഴിച്ചു കളയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പ്രവർത്തനം നമുക്ക് മധുരം നൽകുന്നതായിരിക്കണം. സംഘടനാ പ്രവർത്തനം ഒരിക്കലും നമ്മുടെ അമലുകളെ നഷ്ടപ്പെടുത്തുന്നതോ നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ ഭാരം കയറ്റിവെക്കുന്നതോ ആവരുത്. ഓരോ ദിവസവും വൈകുന്നേരമാകുമ്പോൾ എനിക്ക് കൂടുതൽ പ്രവർത്തിക്കണമെന്നുള്ള ഒരു ചിന്തയായിരിക്കണം നമ്മളെ ഭരിക്കേണ്ടത്. മടുപ്പോ ആലസ്യമോ ഒരിക്കലും തന്നെ നമ്മെ ഭരിക്കാൻ പാടില്ല. അത് പലപ്പോഴും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ദുഷ്ടചിന്തകൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ പിശാച് നമുക്ക് ദുർബോധനം നൽകും. എന്തിനാണ് നീ ഇതിനൊക്കെ സമയം കളയുന്നത്? നിനക്ക് പരിഹാസങ്ങളാണ് കേൾക്കുന്നത്, നിന്റെ ധനമാണിവിടെ നഷ്ടപ്പെടുന്നത്, നിന്റെ സമയമാണിവിടെ പാഴായി പോകുന്നത്, എന്തിനാണ് നീ ഇതിനൊക്കെ നടക്കുന്നത് എന്ന ദുഷ്ടചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് പിശാചിങ്ങനെ നിരന്തരം കയറ്റിവിട്ടുകൊണ്ടിരിക്കും. കാരണം മനുഷ്യരുടെ കാലത്തെയും ശത്രുവായ പിശാചിൻ്റെ പ്രതിജ്ഞ എല്ലാ നന്മകളുടെ വാതിലുകളിലും ഇരുന്നു കൊണ്ട് തിന്മകളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. എല്ലാ തിന്മകൾക്കും കൃത്രിമമായ ഒരു ഭംഗി നൽകുക. അതാണ് പിശാച് നൽകുന്ന ഏറ്റവും വലിയ ദുർബോധനം എന്ന് പറയുന്നത്. കൈക്കൂലി വാങ്ങുന്ന ഒരാൾക്ക് ആവേശം നൽകും, നിനക്ക് ഈ ശമ്പളത്തിലൊന്നും ജീവിച്ച് ഒന്നും നേടാൻ കഴിയില്ല എന്ന്. അതുപോലെ കള്ളത്തരത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, അതുപോലെ തോന്നിയാസങ്ങളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് പിശാച് കൃത്രിമമായ ഭംഗി നൽകിക്കൊണ്ടിരിക്കുക എന്നതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ പണി. അങ്ങനെ മനുഷ്യനെ വഴികേടിൽ അകപ്പെടുത്തുക, കെണിയിൽ അകപ്പെടുത്തുക. ഇവിടെയാണ് ഒരു വിശ്വാസിയുടെ ജാഗ്രത എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ വിശ്വാസങ്ങളിൽ നിന്ന്, ആചാരങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ചുകൊണ്ട് തൗഹീദിലേക്കും സുന്നത്തിലേക്കും വഴി നടത്തിയെങ്കിൽ അത് വല്ലാത്ത ഒരു നിഅമത്തായി കൊണ്ട് കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ നിഅമത്ത് കിട്ടാത്ത എത്രയോ മനുഷ്യർ നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. തൗഹീദിന്റെ വെളിച്ചം ലഭിക്കാതെ ജാറങ്ങളിൽ കറങ്ങുന്ന മനുഷ്യരെ ഓർത്തുകൊണ്ട് വിലപിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. തെറ്റായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് മുതുകടിഞ്ഞു പോയ മനുഷ്യരെ നമുക്കിടയിൽ കാണാൻ കഴിയുന്നു. ഇതൊക്കെ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തി നേടുക, ആ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അല്ലാഹു നമ്മളെ ആ കെണിയിൽ നിന്ന്, ആ ഓടകളിൽ നിന്ന്, ആ വൃത്തികേടുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷിച്ചു. വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ.
നമ്മുടെ പണവും നമ്മുടെ പ്രതാപവും നമ്മുടെ അധികാരവും ഒക്കെ അതിൻ്റെ പേരിൽ ചെലവഴിച്ചാൽ പോലും നമുക്ക് സ്നേഹത്തിലേക്കോ ഐക്യത്തിലേക്കോ കടന്നു വരാൻ ഒരുപക്ഷെ കഴിയുമായിരുന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിച്ചതുകൊണ്ടാണ് നാം ഇങ്ങനെ ഇരിക്കുന്നതും നാം അള്ളാഹുവിൻ്റെ ദീനിൽ സഞ്ചരിക്കുന്നതും ദീനീ പ്രബോധനം നടത്തുകയും ചെയ്യുന്നത്. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഹിദായത്ത് എന്നുള്ള ആ വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം അള്ളാഹുവിൻ്റെ ഒരു ഗിഫ്റ്റാണ്, അള്ളാഹുവിൻ്റെ ഒരു സമ്മാനമാണ്. ആ സമ്മാനം ലഭിച്ചാൽ നാം വിജയിച്ചു. ആ സമ്മാനം എങ്ങാനും നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ നാം പരാജയപ്പെട്ടു. നമ്മുടെ ഹൃദയത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് ഹിദായത്തിൻ്റെ വെളിച്ചമാണ്. ഹിദായത്ത് ലഭിച്ചിട്ടും ആ വെളിച്ചം നഷ്ടപ്പെട്ട് ഈ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന എത്രയോ മനുഷ്യർ നമുക്കിടയിൽ സോഷ്യൽ മീഡിയയിലും പുറത്തുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അള്ളാഹുവേ, ഹിദായത്ത് ലഭിച്ചതിന് ശേഷം എൻ്റെ ഹൃദയത്തെ നീ വഴിപിഴപ്പിക്കല്ലേ എന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കാരണം വഴിപിഴപ്പിക്കാനുള്ള ഒരാൾ എല്ലാവിധ തന്ത്രങ്ങളുമായിട്ട് നമ്മോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണ് പിശാച് എന്ന് പറയുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം നമ്മെ വഴിപിഴപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ വഴികളും തന്ത്രങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാമത്തത് നമ്മുടെ ഈമാൻ കേടുവരുത്തുക എന്നത് തന്നെയാണ്. യാ മുസർറിഫൽ ഖുലൂബ് സർറിഫ് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, നിന്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് നിരന്തരമായി നാം രാത്രി നമസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത് അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം ഈ ദീനെങ്ങാനും നമ്മുടെ മനസ്സിൽ നിന്ന് പടിയിറങ്ങിയാൽ നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഷ്ടപ്പെടേണ്ടി വരും. പണം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാൻ വഴികളുണ്ട്. പ്രതാപം നഷ്ടപ്പെട്ടാൽ ഒരു പക്ഷേ നമ്മുടെ പ്രയത്നം കൊണ്ട് അത് നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ദീനെങ്ങാനും പടിയിറങ്ങിപ്പോയാൽ നമ്മുടെ ഹൃദയം ശൂന്യമാവുകയും മരുഭൂമിയാവുകയും നമുക്കതിനെ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം നാം കഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നൽകിയ വെളിച്ചത്തെ നാം ഓർത്തുകൊണ്ടിരിക്കണം, അതിനെ തുടച്ചു മിനുക്കി സംരക്ഷിച്ചു കൊണ്ടിരിക്കണം. ആ ഹിദായത്തിൻ്റെ വെളിച്ചമാണ് ഇണക്കത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും, ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെയായിരിക്കണം. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ, ഈ ഇസ്ലാമിൽ, ഈ ദീനിൽ മുൻകടന്നുപോയ ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങൾക്കൊരിക്കലും തന്നെ അവർക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കുകയും അവരോട് ഞങ്ങൾക്കൊരിക്കലും തന്നെ ഒരു ഗില്ല്, ഒരു വിദ്വേഷം ഞങ്ങളുടെ മനസ്സിൽ നീ ശേഷിപ്പിക്കുകയും ചെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കണമെന്നത് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഈമാനിൽ കടന്നുപോയിട്ടുള്ള നമ്മുടെ പൂർവികരായ ആളുകൾ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ, അതുപോലെ നമ്മുടെ കാരണവന്മാർ, ഒരു പ്രദേശത്ത് ദീനെത്തുവാൻ കാരണക്കാരായ ഒരുപാട് മനുഷ്യരുണ്ടാകും. ഈ പ്രദേശത്ത് തൗഹീദെത്തുവാൻ കാരണക്കാരായ എത്രയോ മനുഷ്യർ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ആ മനുഷ്യരെയൊക്കെ ഏത് സമയത്തും ഓർക്കാനും അവർക്ക് പ്രാർത്ഥിക്കുവാനും ഇത്തരം കൂടിയിരുത്തങ്ങൾ കാരണമായി തീരേണ്ടതുണ്ട്. അള്ളാഹുവിനോട് നമ്മൾ പറയേണ്ട വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു. അള്ളാഹുവേ, വിശ്വാസികളോട് ഞങ്ങൾക്കൊരിക്കലും തന്നെ ഒരു പകയുണ്ടാക്കരുത് എന്ന്. കാരണം വിശ്വാസികളോട് ഞങ്ങളുടെ മനസ്സിലൊരു പകയുണ്ടായാൽ അത് ഞങ്ങളുടെ പരാജയമാണ്. അവരോട് ഇഷ്ടമായിരിക്കണം ഉണ്ടാവേണ്ടത്. അവരോട് ഒരുപാട് ഇഷ്ടക്കേടുകളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു പകയും വിദ്വേഷവും എൻ്റെ മനസ്സിൽ നിറയുമ്പോൾ അത് മറ്റൊരു വഴിയിലേക്ക് അത് സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് റബ്ബനാ ഇന്നക റഊഫുർ റഹീം, അല്ലാഹുവേ നീ അങ്ങേയറ്റം കരുണ ചൊരിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിലുള്ള ഇണക്കവും അവർക്കിടയിലുള്ള ഈ സ്നേഹവും ഈ കാരുണ്യവും ഈ ആർദ്രതയും അലിവും കനിവും സംരക്ഷിച്ചു നിർത്തുന്നതിനുതകുന്ന ആരാധനകളും പ്രാർത്ഥനകളുമായിട്ടായിരിക്കണം പരിശുദ്ധ റമദാനിൻ്റെ ഈ വിലപ്പെട്ട ദിനരാത്രങ്ങളെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം തന്നെ പ്രചരിപ്പിക്കുവാനും
അതുപോലെ തന്നെ അതിൻ്റെ പേരിലുള്ള വിഭാഗീയത സൃഷ്ടിക്കുവാനും ഒരിക്കലും തന്നെ ഒരു സത്യവിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടാവാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഒരു അധർമ്മകാരി എന്തെങ്കിലും ഒരു വാർത്തയുമായിട്ട് വരുമ്പോൾ ഫതബയ്യനു, നിങ്ങളത് ക്ലാരിറ്റി വരുത്തണം. അതിൻ്റെ ട്രാൻസ്പെറൻസിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അത് സുതാര്യമാണോ, അല്ലെങ്കിൽ അത് കൃത്യമാണോ, വ്യക്തമാണോ എന്ന് ചിന്തിച്ചതിന് ശേഷമായിരിക്കണം നിങ്ങൾ ആ വാർത്ത പറയുന്നതും പ്രചരിപ്പിക്കുന്നതുമൊക്കെ. പലപ്പോഴും സമൂഹത്തിൽ ഭിന്നതയും അതുപോലെ തന്നെ വിഭാഗീയതയും പടരാനുള്ള കാരണമെന്ന് പറയുന്നത് ജനങ്ങളുടെ തെറ്റായ ഇടപെടലുകളാണ്, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലത്ത്. എന്നിട്ട് ഖുർആൻ പറയുന്നത് നമുക്കൊക്കെ തന്നെയും വലിയ പാഠമാണ്. അങ്ങനെ നിങ്ങൾ വ്യക്തത വരുത്തിയില്ല എങ്കിൽ അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങളുടെ ആ തെറ്റായ പ്രവൃത്തി കൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വിഷമമുണ്ടാവാൻ കാരണമായി തീരുകയും അതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഏതൊരു തരത്തിലുള്ള വാർത്തകളായാലും പ്രചാരണങ്ങളായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനെ 100 തവണ ആലോചിച്ചതിന് ശേഷമാണ് അത് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കേണ്ടത്. നമ്മുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏത് പുതിയതും മറ്റുള്ളവരിലേക്ക് തള്ളുക എന്നുള്ളതാണ്. അതിൻ്റെ വ്യക്തതയോ അതിൻ്റെ സോഴ്സോ അത് എവിടുന്ന് ഉണ്ടായി എന്നോ ആരുണ്ടാക്കിയെന്നോ ഒന്നും ചിന്തിക്കാതെയാണ് സമൂഹത്തിൽ വിഭാഗീയത പരത്താനുള്ള ഇത്തരം വാർത്തകളും ഇത്തരം പ്രചാരണങ്ങളും നമ്മൾ നടത്താറുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബാഗളു വലാ തഹാസദു വലാ തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. നിങ്ങൾ പരസ്പരം വിദ്വേഷം കാണിക്കരുത്, പരസ്പരം അസൂയ കാണിക്കരുത്, പരസ്പരം വെറുപ്പ് കാണിക്കരുത്. നിങ്ങൾ അല്ലാഹുവിൻ്റെ പേരിൽ സഹോദരങ്ങളായിട്ട് നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ കൂടിയിരിക്കുന്നത്, നിങ്ങളൊരു സദസ്സിലിരിക്കുന്നത്, പരസ്പരം പുഞ്ചിരിക്കുന്നത്, പരസ്പരം ഇണക്കത്തോട് ഐക്യത്തോടു കൂടി നിങ്ങൾ ജീവിക്കുന്നത്, ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂ ഇലല്ലാഹി വർ റസൂൽ. അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അംഗീകരിക്കുക, അനുസരിക്കുക, അതിനെ ഫോളോ ചെയ്യുക. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെ മടക്കേണ്ടത് ഫറുദ്ദൂ ഇലല്ലാഹി വർ റസൂൽ. അല്ലാഹു അതിനെ സംബന്ധിച്ച് എന്തു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ അതിനെ സംബന്ധിച്ച് എന്തു പറഞ്ഞു, അതായിരിക്കണം നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ഇന്ന ഷെയ്ഖ് പറഞ്ഞു, ഇന്ന പ്രഭാഷകൻ പറഞ്ഞു, ഇന്ന ആള് പറഞ്ഞു, അതുകൊണ്ട് ഇന്ന ആളായിട്ടാണ് ഞാൻ എന്നതല്ല നമ്മുടെയൊന്നും ശൈലി. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ശൈലി, ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതകൾ ഉണ്ടെങ്കിൽ അവിടെ അല്ലാഹു എന്തു പറഞ്ഞു, അവൻ്റെ റസൂൽ എന്തു പറഞ്ഞു എന്നതായിരിക്കണം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അല്ലാഹു കണ്ണും കാതും ഹൃദയവും നമുക്ക് നൽകിയിട്ടുള്ളത് അതിൻ്റെ ധർമ്മവും അതിൻ്റെ ഉത്തരവാദിത്വവും നിർവഹിക്കുവാനാണ്. അതുകൊണ്ട് അറിവില്ലാത്തൊരു കാര്യത്തിൻ്റെ കൂടെയും, വ്യക്തമായി അറിവില്ലാത്തൊരു കാര്യത്തിൻ്റെ കൂടെയും നിനക്ക് നിൽക്കാൻ പാടില്ല എന്നാണ്, നീ നിൽക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരു സമൂഹത്തിൽ ഐക്യമുണ്ടാവണമെങ്കിൽ, സ്നേഹം നിലനിൽക്കണമെങ്കിൽ, ഒരു കുടുംബത്തിൽ ഐക്യവും സ്നേഹവും നിലനിൽക്കണമെങ്കിലൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ പാടാനും പറയാനും നിന്നാൽ അത് ഭിന്നതയും വിഭാഗീയതയും വർദ്ധിപ്പിക്കുക മാത്രമാണ്. നമ്മുടെ കണ്ണും നമ്മുടെ കാതും ഹൃദയവും നമ്മൾ സൂക്ഷിക്കണമെന്നുള്ളത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. പരിശുദ്ധ റമളാൻ നമ്മോട് നിരന്തരമായി ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ സംരക്ഷണമാണ്. അതുകൊണ്ട് വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. സമൂഹത്തിൽ നന്മയോടൊപ്പം എപ്പോഴും ചേർന്ന് നിൽക്കുക, അതുപോലെ തഖ്വയോടൊപ്പം ചേർന്ന് നിൽക്കുക. ഒരിക്കലും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുടെ കൂടെ, പാപങ്ങളുടെ കൂടെ, ശത്രുത ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ കൂടെ സഹകരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ ചുരുക്കുകയാണ്. പറഞ്ഞു വരുന്നത്, നമുക്കിടയിലുള്ള സ്നേഹവും ഐക്യവും ഒക്കെ നിലനിൽക്കണമെങ്കിൽ ആത്യന്തികമായിട്ട് അല്ലാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക, തൗഹീദിനെ നാം മുറുകെ പിടിക്കുക. അങ്ങനെ മുറുകെ പിടിച്ചാൽ നമ്മൾ ഭിന്നിക്കുകയില്ല. വഅതിഉല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുകും വസ്ബിറു ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നിങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക, നിങ്ങൾ ഒരിക്കലും തന്നെ ഭിന്നിച്ചു പോകരുത്. അങ്ങനെ ഭിന്നിച്ചു പോയാൽ നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വതദ്ഹബ റീഹുകും,
നിങ്ങളുടെ ഊർജം തന്നെ നഷ്ടപ്പെടും, നിങ്ങളുടെ അകബലം നഷ്ടപ്പെടും, നിങ്ങളുടെ ആന്തരികമായ ശക്തി നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന ഒരു പ്രവൃത്തിയും വിശ്വാസികളിൽ ഉണ്ടാവാൻ പാടില്ല. ഒരുപാട് നുരയും പതയും അതുപോലെ ഭൗതികമായ കാര്യങ്ങളും നമുക്കൊക്കെ കാണാൻ കഴിയും. പക്ഷെ അതൊന്നും ഭൂമിയിൽ നിലനിൽക്കുന്നതല്ല. സ്ഥായിയായി നിലനിൽക്കുന്നത് പ്രമാണങ്ങളാണ്, സ്ഥായിയായി നിലനിൽക്കുന്നത് ഈ ദീനിന്റെ സന്ദേശങ്ങളാണ്. എല്ലാ കാലഘട്ടത്തിലും ഒരുപാട് ആളുകൾ വ്യാജ പ്രചാരണങ്ങൾ കൊണ്ടുവരും, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാൻ, നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് തെറ്റിക്കാൻ, നമ്മുടെ കുടുംബം ശിഥിലമാക്കാൻ, നമ്മുടെ സൊസൈറ്റിയിൽ വിള്ളലുണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങളുമായി കൊണ്ട് ആളുകൾ വരും. എന്നാൽ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് എന്തുമാത്രമാണ്? ഈ നുരയും പതയും ഒക്കെ നഷ്ടപ്പെട്ടു പോകും, അതൊക്കെ പൊട്ടിപ്പോകും, തകർന്നു പോകും. ഭൂമിയിൽ നിലനിൽക്കുന്നത് മനുഷ്യോപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമാണ്. എന്താണ് മനുഷ്യോപകാരപ്രദമായ കാര്യം? ലോകാവസാനം വരെ ജീവിക്കാനുള്ള മനുഷ്യർക്കുള്ള മാർഗരേഖ ഖുർആനും അതിൻ്റെ പ്രായോഗികമായ പ്രാക്ടിക്കലായ വിശദീകരണമായ പ്രവാചകന്റെ സുന്നത്തും അതുപോലെ വിജ്ഞാന ശാഖകളും നമ്മുടെ മുമ്പിലുണ്ട്. അത് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തെ ശുദ്ധീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിടയിൽ ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടാകും. ദുർവ്യാഖ്യാനങ്ങളും ദുഷ്പ്രവണതകളും ഒക്കെ സമൂഹത്തിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴാണ് സമൂഹത്തിൽ ഭിന്നതകൾ ഉണ്ടാകുന്നത്. അതെന്തിലേക്ക് കൊണ്ടുപോകും? മതത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും. ഈ മതമൊന്നും പോരാ, അള്ളാഹും അവൻ്റെ റസൂലും പറഞ്ഞതൊന്നും പോരാ എന്ന രൂപത്തിലേക്ക് അതിര് കടന്ന അവസ്ഥയിലേക്ക് വരും. ചില ആളുകൾ അള്ളാഹും റസൂലിനുമൊന്നും അത്രയൊന്നും വിവരമില്ല, എൻ്റെ യുക്തിയും എൻ്റെ ബുദ്ധിയുമാണ് ഏറ്റവും പ്രധാനം എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ മതാവഗണനയുടെ ശൈലിയിലേക്ക് പോവുകയും ചെയ്യും. ഒരു വിഭാഗം പരിധി വിടുമ്പോൾ മറ്റൊരു വിഭാഗം മതയുക്തിവാദത്തിലേക്ക് പോകും. ഇവിടെയാണ് മുജാഹിദുകളുടെ വസതീയത്തിൻ്റെ മധ്യമ നിലപാടിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. വജഅൽനാകും ഉമ്മതൻ വസത എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് നമ്മളെ പറ്റിയാണ്. ഒരു മധ്യമ സമുദായമാണ് നമ്മൾ. അതിര് കവിയുന്ന സ്വഭാവം നമ്മളിലില്ല, അവഗണിക്കുന്ന സ്വഭാവം നമുക്കില്ല. ഈ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് സജീവമാവുകയാണെങ്കിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും. ഇത്തരം സംഗമങ്ങൾ നമുക്കിടയിൽ കൂടുതൽ ഇണക്കവും ഐക്യവും സ്നേഹവും വർദ്ധിപ്പിക്കുവാൻ ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും സമ്മതിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.